ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു വചനം വായിച്ച് നോക്കിയാലോ. യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരുക എന്ന് പറഞ്ഞു. വചനം പറയാൻ നമുക്ക് ശ്രദ്ധിക്കാം. എനിക്ക് കുടിക്കാൻ തരുക. എന്താണ് ഈ ദാഹം? സമരിയാക്കാരി സ്ത്രീയിൽ വന്ന മാറ്റം എന്ത്? നമുക്ക് നോക്കിയാലോ. സമരിയാക്കാരി പാപിനിയായിരുന്നു. അവളുടെ ഉള്ളിലും ദൈവത്തിനു വേണ്ടിയുള്ള ദാഹമുണ്ട്. അവൾ അത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. ആ ദാഹം ശമിപ്പിക്കാൻ ദൈവം തൻ്റെ പുത്രനെ അവളുടെ പക്കലേക്ക് ആനയിക്കുന്നു. സമരിയക്കാരി സ്ത്രീക്ക് ഘട്ടം ഘട്ടമായാണ് ഈശോ സ്വയം വെളിപ്പെടുത്തുന്നത്. 3 ഘട്ടങ്ങളിലായാണ് അവൾ ഈശോയെ തിരിച്ചറിയുന്നത്. ആദ്യഘട്ടത്തിൽ ജീവജലത്തിൻ്റെ ദാതാവായും, പിന്നീട് ഒരു പ്രവാചകനായും, അവസാനം മിശിഹായായും അവൾ അവനെ തിരിച്ചറിയുന്നു. മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി ദൈവം മനുഷ്യന് നൽകിയ ദാനമാണ് ഈശോ. ദൈവിക ജീവൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ദാനമാണ് അവിടുന്ന്. ഈശോ നൽകുന്ന ഈ ജീവജലം പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ദാനം. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.